ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശത്തിൽ ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചായിരുന്നു അല്ലെ. അതിന്റെ ഇന്നത്തെ 8ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കിടന്ന് വന്നിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് അവൻ കള്ളനെ പോലെ വരും അല്ലേ. നമുക്ക് ആർക്കും അറിയാത്ത ഒരു നാഴികയിൽ ഒരു സമയത്ത് അവൻ കിടന്നു വരും അല്ലെ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞ് എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ ഇല്ലേ. നമ്മുടെ പ്രദേശത്തൊക്കെ ഈ കള്ളം വരുമ്പോഴാണ് നമ്മളൊക്കെ ഉണർന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മള് എന്താ പറയാ, ഒന്നും അറിയാതെ ബോധമില്ലാതെ കിടന്നുറങ്ങുമായിരിക്കും. അന്നത്തെ ദിവസം ഉറങ്ങത്തില്ല. കാരണം എവിടെയെങ്കിലും ഒരു ഭാഗത്തോ എന്തെങ്കിലും ഒരു സ്ഥലത്തോ കള്ളം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങത്തില്ല. നമുക്ക് പിന്നെ ഉറക്കം വരില്ല. ടെൻഷനല്ലേ, ഇങ്ങോട്ടെങ്ങാനും വരുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കിടന്നു വരും. എന്ന് പറഞ്ഞതുപോലെ ആരും എന്ത് ചെയ്യത്തില്ല, ആ കള്ളൻ വരുമ്പോൾ, അതായത് ഒരിടത്ത് വന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ഉണർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണർന്നിരിക്കാനുള്ള സമയമൊന്നും കർത്താവ് കൊടുക്കത്തില്ല. കാരണം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഉണർന്നിരിക്കുവാനായിട്ട് ആരോടും ഇനി പ്രത്യേകിച്ച് പറയത്തില്ല. നിങ്ങളാണ് ഇനി ഉണർന്നിരിക്കേണ്ടത് അല്ലെ. കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഈ എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും എല്ലാ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ടവരാണ്. പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടവരാണ് അല്ലെ. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണുകൊണ്ടോ, ഈ ലോകത്തിന്റെ പ്രതിസന്ധികളിൽ വീണുകൊണ്ടോ, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ വീണുകൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നോക്കി ജീവിക്കാനുള്ളവരല്ല. കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ ആ രാജ്യത്തേക്ക് നോക്കി ജീവിക്കേണ്ടവരാണ്. അല്ലാതെ ഈ ലോകത്തിന്റെ സുഖങ്ങളും ഈ ലോകത്തിലെ ഇതിലേക്കും പോകേണ്ടവരല്ല എന്നുള്ള കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. ഉണർന്നിരിക്കണം. കർത്താവ് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. പല ആളുകളും ഇത്രയും വർഷമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നില്ലല്ലോ. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വരുന്നത് കള്ളനെ പോലെയാണ്. നനയ്ക്കാത്ത നേരത്ത് ഞാൻ വരും അല്ലെ. നനയ്ക്കാത്ത നേരത്താണ് കർത്താവിന്റെ വരവ്. ഒന്നും ആർക്കും അറിയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു സമയം പറഞ്ഞിട്ടില്ല, നാഴിക പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വരും, കള്ളനെ പോലെ വരുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ആദ്യം ഉണർന്നിരിക്കാൻ പറയുന്നു, പിന്നീട് ഒരുങ്ങിയിരിക്കാൻ. രണ്ട് കാര്യങ്ങൾ, വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റുകളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഒന്ന് ഉണർന്നിരിക്കണം, രണ്ട് ഒരുങ്ങിയിരിക്കണം. കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം അവിടെ ഉണ്ടാകുന്നത് അല്ലേ. നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സ്നാനം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ. 2:38 പറയുന്ന സ്നാനം, പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത് സ്വീകരിച്ചാൽ മാത്രം പോരാ, ജീവിതവും കൂടി വേണം. ആ ജീവിതത്തെ ആ രീതിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി നിർത്തുന്ന ജീവിതമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രിയ സഹോദരങ്ങളെ അല്ലെ. ഞാൻ ഒരിക്കലൂടി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏക ദൈവമാണ്. 2ഉം 3ഉം ദൈവങ്ങളൊന്നും നമുക്കില്ല. 3 വ്യക്തികൾ കൂടിയ ദൈവവുമില്ല അല്ലേ. ഈ 3 വ്യക്തികളുള്ള ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുണ്ട്, 3 ദൈവങ്ങളുടെ നാമത്തിൽ സ്നാനപ്പെട്ടവരുണ്ട്, അങ്ങനെയെല്ലാം സ്നാനപ്പെട്ടവരുണ്ട്. പക്ഷേ അതൊന്നും കർത്താവിന്റെ വഴികളല്ല. കർത്താവിന്റെ വഴിയിലേക്ക് വരണമെങ്കിൽ അവന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനെ കൈക്കൊണ്ട് അവന്റെ രാജ്യത്തിന് അവകാശികളാകുവാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഒരുങ്ങിയിരിപ്പ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിലേക്ക് പോകുവാൻ കാത്തിരിക്കുന്ന, പ്രത്യാശയോടെ ഇരിക്കുന്ന ജനം അതിന്റെ വിശുദ്ധിയോടെയും വേർപാടോടെയും ജീവിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു സത്യവുമാണ്, അനിവാര്യമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ജനമേ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്.
അപ്പോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാളോ നാഴികയോ യാമമോ അല്ലെ ആ ഒരു ദിവസമോ ഒന്നും നമുക്കറിയത്തില്ല. അതായത് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അല്ലേ? അപ്പോ എല്ലാ ദിവസവും ഉണർന്നിരിക്കണം. ഏത് ദിവസമാണ് കർത്താവിന്റെ വരവെന്ന് അറിയത്തില്ല. അല്ലേ? പിന്നെ രണ്ടാമത് പറഞ്ഞു ഒരുങ്ങിയിരിക്കണം. ഉണർന്ന് മാത്രം ഇരുന്നാൽ പോലെ ഒരുങ്ങിയിരിക്കണം. രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപ്പോ 45 വാക്യത്തിൽ, അതായത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 45 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ. അവിടെ ഒരു വലിയ ചോദ്യമാണ്, ഒരു ചോദ്യചിഹ്നത്തോടെയാണ് അത് അവസാനിക്കുന്നത്. അല്ലെ? ആ വാക്യം അവസാനിക്കുന്നത് ഒരു ചോദ്യചിഹ്നം അവിടെ നിലകൊള്ളുകയാണ്. എന്നാൽ എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞ ശേഷം അടുത്ത 45 വാക്യത്തിൽ എഴുതുക എന്നാൽ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ചോദ്യചിഹ്നത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ എന്നും ആ ചോദ്യചിഹ്നം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അതിന്റെ 25 അതായത് സുവിശേഷം 25:21 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25:21. 21 വാക്യത്തിൽ 21 വാക്യം, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അല്ലേ? അല്പത്തിൽ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 23 വാക്യത്തിലിരിക്കുക, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 21 വാക്യത്തിൽ എന്താണ്? അല്പമേ ഉള്ളൂ. ഇനി 23 നമ്മൾ വായിക്കുന്നത് എന്താണ്? നീ അല്പവും രണ്ടും അല്പക്കാരാണ്, അല്ലെ? നീ അല്പം, അതിന് യജമാനൻ നീ നല്ലവരും വിശ്വസ്തനുമായ ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കും. നീ അല്പത്തിലേലും വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ പ്രിയ ജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഈ അല്പവിശ്വാസം, അധിക വിശ്വാസം, അപ്പൊ വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് ദൈവവചനം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്, അല്ലെ? അബ്രഹാം വിശ്വസ്തനായി. കാരണം കർത്താവ് പറഞ്ഞതെല്ലാം അബ്രഹാം അനുസരിച്ചതായിട്ട് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ താൻ കേട്ടു. താൻ ബാലന്റെ മേൽ വാള് വയ്ക്കുവാൻ ഊങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവനോട് എന്താണ് പറഞ്ഞത്? ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ അനുസരിക്കുവാൻ, അല്ലെ? അതുപോലെ തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാര്യം പറയുമ്പോൾ അവനെ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുമ്പോൾ ഊർ എന്ന പ്രദേശത്ത് നിന്ന് അവനെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടവനെ നടുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്നില്ല എങ്കിലും ആ നാട്ടിൽ കൊണ്ടവനെ നടുമ്പോൾ, അല്ലെ? പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് കൊണ്ടവനെ നടുമ്പോൾ എന്താണ്? അവൻ ആ ശബ്ദം കേൾക്കുവാൻ അവൻ തയ്യാറായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. വിശ്വസ്തനായിരിക്കും. കർത്താവിന് വിശ്വസ്തനായി നിന്നുകൊണ്ട് വേല ചെയ്യുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വേലയ്ക്കായി ഒരുങ്ങി ആ യാത്രയിലേക്ക് നമ്മൾ തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഏറ്റെടുക്കാനുള്ള സമയം. പലർക്കും എന്താണ്? കുടുംബജീവിതം, ഇവിടെ കിട്ടുന്ന സുഖങ്ങൾ, അത് മാത്രം മതി. ആ ഒരു ഇതിൽ ഒഴിഞ്ഞു കൂടുക, അല്ലെങ്കിൽ ഒഴിഞ്ഞ് ഇരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും നടത്തിയ ദൈവത്തെ നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ നടത്തി അല്ലെ? നിങ്ങളുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നില്ലേ? നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നില്ലേ? നിങ്ങളുടെ 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 ജീവിതത്തിൽ ചന്തോചിതമായ കാര്യങ്ങൾ നടക്കുന്നില്ലേ? എല്ലാ കാര്യങ്ങളും ദൈവം നടത്തുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ ഓർക്കുന്നത് പോലുമില്ല. കാരണം വിശ്വസ്തത കാണിക്കുവാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലും കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് പറയും. ആ പരിപാലന ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം എല്ലാ മനുഷ്യരിലും, അതായത് 100-ൽ 99%, ബാക്കി 1% നിരീശ്വരവാദികളാണ്. 99% ആൾക്കാരും എന്താണ്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. 1% ആൾക്കാർ നിരീശ്വരവാദികളാണ്. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം കർത്താവിന്റെ വരവിൽ വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കാവുന്നത് കൊണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നു? വിശ്വാസത്തെ ത്യജിക്കുന്നു. കർത്താവിൽ നിന്ന് വിട്ടുപോകുവാനായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമായി ഇന്ന് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുന്തോറും മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം പിശാച് അവന്റെ രാജ്യം അവിടെ ഒരുക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലെ? പിശാചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇത് കർത്താവിന്റെ വരവുമായിട്ടുള്ള ഒരു ലക്ഷണമാണ്, അല്ലെ? ആന്റി ക്രൈസ്റ്റ്, അതായത് അന്ത്യക്രിസ്തു വരും, ലോകത്തെ ഭരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ പിശാചിന്റെ പുറകെ പോകേണ്ടവരല്ല. കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ രാജ്യത്തിന് വേണ്ടി വിശ്വസ്തരായിരിക്കുക, അവന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക, അവന്റെ വചനങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ കാണുന്ന ഈ പറയുന്ന അല്പവും അതുപോലെ തന്നെ അധികവും വിശ്വാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സഭയില് ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്. ഇവരെയൊക്കെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പല ഇടയന്മാരുടെയും വാക്കുകളും ഉപദേശങ്ങളും വളരെ എന്താ പറയുക, ചിലത് നല്ലതുണ്ടായിരിക്കാം, ചിലത് എന്താ പറയുക തെറ്റായ ഉപദേശങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഉപദേശങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രിയ സഹോദരങ്ങളെ, ഏതെന്ന് നിങ്ങൾ വചനത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം ദൈവജനത്തിന് വേണ്ടത് ആത്മീയ ഭക്ഷണമാണ്, അല്ലേ? ആത്മീയ ഭക്ഷണം കൊടുക്കേണ്ടവരാണ് ഇവരൊക്കെ. ആത്മീയ ഭക്ഷണം വേണം അവർക്ക്. ദൈവം നിയമിച്ചാക്കിയ നാളും നാഴികയും കണക്ക് കൂട്ടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറെ പ്രധാനം എന്താണ്? ആത്മീയ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എന്നെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 16-ാമത്തെ വാക്യത്തിൽ 15 വാക്യത്തിൽ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു പോയിന്റ് കർത്താവ് അവിടെ ഇടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ്? പ്രാതലൊക്കെ കഴിച്ച ശേഷം യോഹന്നാന്റെ മകനായ ശിമോനെ വിളിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പം വിശ്വസ്തത കർത്താവിനോടുള്ള സ്നേഹമാണ്, അല്ലെ? സ്നേഹിക്കുന്നവർക്ക് വിശ്വസ്തത കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് പറയുകയും വിശ്വസ്തത കാണിക്കാതെ ഇരിക്കുന്ന ദാസന്മാരെ വരുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ്, അല്ലെ? പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് പലപ്പോഴും അല്പവിശ്വാസിയായിരുന്നു, അല്ലെ? തനിക്ക് തീരെ വിശ്വാസം കുറവായിരുന്നു എന്നുള്ളതാണ് പത്രോസിനെ കുറിച്ച് പറയുവാനുള്ളത്. പേടിയും ഭയവും ഒക്കെ അവന്, പരിഭ്രാന്തിയും ഒക്കെ അവനുണ്ടായിരുന്നു. അവനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വിശ്വാസം. അപ്പോ അതിന് ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്, 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞു? ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞവനാണ് പത്രോസ്. ആ പത്രോസ് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ, അല്ലേ?
അപ്പോ പറഞ്ഞ പോലെ സംഭവിച്ചു. കാരണം ഇവൻ അവരുടെ കൂട്ടത്തിലുള്ളവരല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുന്ന വേളയിൽ അവിടെ ഇരുന്നപ്പോൾ ആര് പറഞ്ഞു ഇത് അവന്റെ കൂടെയുള്ളവനാണ് പത്രോസ് എന്ന് പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു എനിക്കിവനെ അറിയത്തില്ല, ഞാൻ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെട്ടു പോയി. കാരണം പ്രാണഭയം കൊണ്ട് അവർ ഓടിക്കളഞ്ഞു. കർത്താവിന്റെ കൂടെ നിൽക്കുവാൻ, അല്ലെ കർത്താവിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയെന്ന് പറഞ്ഞവൻ അത് അവിടെ നിന്ന് തള്ളിപ്പറഞ്ഞു. കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശേഷം എന്ത് ചെയ്തു? അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോ അങ്ങനെയുള്ള പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എന്നെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ കർത്താവിന്റെ ആടുകളെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ മേയ്ക്കുവാനായിട്ട് കഴിയണമെങ്കിൽ കർത്താവിന്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ആടുകളെ മേയ്ക്കാൻ കഴിയൂ. കർത്താവിന്റെ സ്നേഹമുണ്ട്, ദൈവത്തിന്റെ സ്നേഹം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്? ഇന്ന് ആടുകളെ മേയ്ക്കുന്നതിലോ ദൈവവചനം അനുസരിക്കുന്നതിലോ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്ന പൊതുവേ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കർത്താവ് പറഞ്ഞ എന്താണ്? സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? ആടുകളെ മേയ്ക്കുമെന്നാണ്, അല്ലെ? ആടുകളെ മേയ്ക്കും, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവരോട് പറയും. കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ആടുകളാണ് എന്നുള്ള കാര്യമാണ്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് വേണ്ടി അനേകരെ നേടുന്ന ഒരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് ആവർത്തിച്ച് പത്രോസിനോട് ചോദിക്കുകയാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്ത് തള്ളിപ്പറഞ്ഞതാണ്. പിന്നെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ ഇനി പുറകോട്ട് പോകരുത്. കാരണം ദൈവവേലയ്ക്കായി നിയോഗിച്ചവൻ ദൈവം നേരത്തെ കണ്ടവനാണ് പത്രോസ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാകണം. കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അവരുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അപ്പോ ഒരിക്കൽ നിങ്ങൾ പതറിപ്പോയവരായിരിക്കാം, അല്ലെ? ഒരിക്കൽ നിങ്ങൾ വന്നിട്ട് ഒരിക്കൽ നിങ്ങൾ പതറിപ്പോയി തിരിച്ചു പോയവരായിരിക്കാം. പക്ഷെ ഇനി തിരിച്ചു വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികൾ ദൈവം തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലെ? പത്രോസിനെ കുറിച്ച് വലിയ പദ്ധതികൾ, വലിയ കാര്യങ്ങൾ പത്രോസിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുകയാണ്, രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ, അല്ലെ? വളരെ വല്ലാണ് പറയും, നീ എന്നെ അന്ന് തള്ളിപ്പറഞ്ഞല്ലേ എന്നല്ലേ ചോദിക്കത്തുള്ളൂ. നമ്മളൊക്കെയാണെങ്കിൽ ആദ്യം പറയും, നീ എന്നെ അന്ന് തള്ളിപ്പറഞ്ഞല്ലേ. പക്ഷെ കർത്താവ് അങ്ങനെ ചോദിച്ചില്ല. കർത്താവ് ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അവനോട് ചോദിച്ചത്, അല്ലേ? കന്നുകെട്ടും നീ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞില്ല. ഇത് ക്രൂശാസനത്തിന് ശേഷം വന്നപ്പോഴാണ്. കാരണം ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരെ കാണാൻ വരുന്ന വേളയിലാണെന്ന് ആലോചിക്കണം, അല്ലേ? ആ ആലോചനയില് കാരണം ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്, നീ എന്നെ തള്ളിപ്പറഞ്ഞല്ലോ പത്രോസേ, ഞാൻ നിന്നോട് ഒന്ന് ഓർമ്മിപ്പിച്ചതല്ലേ, കോഴി പോകുന്നതിന് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ട് നീ എന്നോട് പറഞ്ഞത് എന്താണ്? നിന്റെ പ്രാണം പോയാലും എന്റെ കൂടെ നിൽക്കുമെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ എന്നിട്ട് നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലേ എന്നായിരുന്നു കർത്താവ് ചോദിച്ചത്. പക്ഷെ കർത്താവ് അങ്ങനെ ചോദിച്ചില്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ ചോദിക്കും, കാരണം കർത്താവ് ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ എന്ന്, അല്ലെ? അവിടെ 3 പ്രാവശ്യം ചോദിക്കുന്നു, അല്ലെ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് 3 പ്രാവശ്യം ചോദിച്ചു. അതായിരിക്കാം അതിനകത്ത് സത്യം എന്ന് പറയുന്നത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, എനിക്ക് ഇവനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 3 പ്രാവശ്യവും തള്ളിപ്പറഞ്ഞതിന് പകരമായിരിക്കാം കർത്താവ് ചോദിച്ചു, 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, അതിന് പകരമായിട്ട്. അപ്പൊ കർത്താവിന്റെ മുമ്പിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെ? ആ സ്നേഹം അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3-മതും ചോദിക്കുകയാണ്, അല്ലെ? രണ്ടാമത് ചോദിച്ചപ്പോഴും എന്താ പറഞ്ഞത്? നീ ആടുകളെ പാലിക്കുക. 3-മത് അവനോട് പറഞ്ഞു, യോഹന്നാൻ മകനായ ശീമോനെ, നീ എന്നോട് പ്രിയമുണ്ടോ, അല്ലെ? പ്രിയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അന്നത്തെ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ നീ രക്ഷപ്പെട്ടു പോവാനുള്ള പരിപാടിയാണോ എന്നുള്ളതാണ് എനിക്ക് നിന്നെ കുറിച്ച് അറിയേണ്ടത് എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെ? ചോദിക്കുന്ന 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത്.
ഒന്നാമത്തെ എന്താണ് ചോദിച്ചത്? നിനക്ക് 15ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ആ, നീ യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് വിളിച്ചിട്ടാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇവരിൽ അധികമായി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവരിൽ അധികമായി. അതായത് ശിഷ്യന്മാരെ എല്ലാം കൂട്ടിയാണ് ലോകത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഉവ്വ കർത്താവേ എന്ന് പറഞ്ഞു. അതിന് ഉവ്വ എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് പറയുന്ന 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യം ചോദിച്ചു, അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രണ്ടാമത് പറയുന്നു, എന്താണ് പറഞ്ഞത്? രണ്ടാമത് അവനോട് പറഞ്ഞ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവല്ലോ. എന്നറിയുന്നുവല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞ പ്രിയമുണ്ടെന്ന് അറിയുന്നുവല്ലോ. അപ്പോ ഇങ്ങനെ എല്ലാം പറഞ്ഞ എന്താ പറഞ്ഞത്? ആടുകളെ പാലിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. മൂന്നാമത്തെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ വെളിയിൽ എന്താണ്? വീണ്ടും ചോദിക്കുന്നു, പ്രിയമുണ്ടോ? അല്ലേ? പ്രിയമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുന്നു. യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചതിന്, എന്നോട് പ്രിയമുണ്ട് എന്ന് മൂന്നാമത് ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. അപ്പൊ പത്രോസിന് കുത്തുകൊണ്ടു. അത് വളരെ വ്യക്തമാണ്. കാരണം 3 പ്രാവശ്യം താൻ തള്ളി പറഞ്ഞു എന്നുള്ള കാര്യം, അതുകൊണ്ടായിരിക്കാം കർത്താവ് എന്നോട് അത് ചോദിക്കുന്നതെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ട് അവന് കുത്തുകൊണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം അവന് കുത്തുകൊണ്ടു. അതാണ് അവൻ പറഞ്ഞത്. എന്താ പറയുന്നത്? കുത്തുകൊണ്ടു. മൂന്നാമത്തെ പ്രാവശ്യം കുത്തുകൊണ്ടു. കാരണം നാഥനെ തള്ളിപ്പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് നാഥൻ എന്നോട് 3 പ്രാവശ്യം ചോദിച്ചത്. അല്ലേ? അവന് കുത്തുകൊണ്ടു. കുത്തുകൊള്ളേണ്ടടുത്ത് കുത്തുകൊണ്ടപ്പോൾ അവൻ പറഞ്ഞു, സകലതും നീ അറിയുന്നു. അവൻ തളർന്നു പോയി. കാരണം അവന് നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ തെറ്റുകളിലേക്ക് കർത്താവ് ചൂണ്ടുമ്പോൾ, നമ്മളെ തെറ്റുകൾ കൊണ്ടല്ല, അവന്റെ സ്നേഹം കൊണ്ടായിരിക്കും നമ്മെ വിളിക്കുക. അവൻ വിളിക്കുമ്പോൾ നമ്മൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല. കാരണം പത്രോസിന് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? തകർന്നു പോകുന്നു. അവൻ ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. ആ ദുഃഖം എന്ന് പറയുന്നത് അവൻ തളർന്നു എന്നതിനെ കാണിക്കുകയാണ്. ദുഃഖം, അവൻ തളർന്നു പോയി. അവന് കർത്താവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ സ്നേഹത്തിന്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. താൻ ചെയ്ത വലിയ തെറ്റാണ്. തന്റെ നാഥനെ താൻ തള്ളിപ്പറഞ്ഞു, താൻ അറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു വേദന തന്നെ പിടിച്ചു കുലുക്കുന്നുണ്ട് അവിടെ. അത് പിടിച്ചു കൊലുക്കുന്നതുകൊണ്ട് അവൻ പറയുകയാണ്, പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു. അല്ലേ? കർത്താവേ, നീ സകലവും അറിയുന്നു. നീ സകലവും അറിയുന്നവനാണ്. സകലവും അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. സകലവും അറിയാൻ കഴിയുന്ന ഒരുത്തൻ ദൈവം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു വെറും മനുഷ്യനാണെങ്കിൽ സകലവും അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, സകലവും അവൻ അറിയുന്നു എന്ന് പത്രോസിന്റെ വായിൽ നിന്നത് പറഞ്ഞുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നു. അവൻ സാക്ഷാൽ ദൈവമാണ്. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. അവൻ സകലവും അറിയുന്നു എന്ന പത്രോസിന്റെ വായുകളിൽ നിന്ന് വന്നു. സകലവും നീ അറിയുന്നു എന്നവന്റെ വായിൽ നിന്ന്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വെറും മനുഷ്യനായിട്ട് കാണുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സകലവും അറിയാൻ മനുഷ്യന് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് സകലവും അറിയാൻ കഴിയും. കാരണം നിന്റെ നിലവുകളെ, നിന്റെ പ്രതിസന്ധികളെ, നിന്റെ പ്രതികൂല അവസ്ഥകളെ അറിയുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കർത്താവായ ദൈവം, ഇന്ന് നമ്മോട് കൂടെ യോജിക്കുന്നവനായ ദൈവം. നിന്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും അവൻ നിങ്ങളെ അറിയുന്നവനായ ദൈവമാണ്. അവൻ വെറും മനുഷ്യനാണെന്ന് പറയുന്നവർക്ക് പത്രോസിന്റെ ഈ ഒരു ഉത്തരം വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാര്യമാണ്. സകലവും നീ അറിയുന്നു. അല്ലേ? ദൈവമായതുകൊണ്ടാണ് അവൻ സകലവും അറിയുന്നത്. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. അപ്പോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ അറിയുന്നു. കാരണം എന്റെ അവസ്ഥ നീ അറിയുന്നു. കാരണം അന്ന് 3 പ്രാവശ്യം എനിക്ക് തള്ളിപ്പറയേണ്ടതായി വന്നു. അല്ലേ? 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞു. നീ അറിയുന്നില്ല എന്ന് ഞാൻ നിന്നോട് പറയേണ്ടതായി വന്നു. കാരണം അതെന്താണ്?
എന്റെ അവസ്ഥ അതായിരുന്നു. അതാണ് സകലവും നീ അറിയുന്നു എന്ന് പറയുന്നു. എന്റെ അവസ്ഥ അതായിരുന്നു, എന്റെ പ്രതിസന്ധി അതായിരുന്നു, എന്റെ പ്രതികൂലം അതായിരുന്നു, എന്റെ അവസ്ഥ അതായിരുന്നു എന്ന് പത്രോസ് അവിടെ സമർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനോട് പറയുകയാണ്. പിന്നീട് അവനോട് ചോദിച്ചില്ല. കാരണം എന്താണ്? അവിടെ ഒരു പാപക്ഷമ, അവിടെ അവന്റെ ഒരു കുംഭസാരം, അവന്റെ ഒരു മാനസാന്തരം കർത്താവിന്റെ മുമ്പിൽ അവൻ ചെയ്ത് തീർക്കുകയാണ്. അല്ലേ? കർത്താവിന്റെ മുമ്പിൽ നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മറ്റൊരാളെ ആവശ്യമില്ല. അവന്റെ സന്നിധിയിലേക്ക് നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെ? ഇപ്പോ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുംഭസാര പീഠമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു അച്ഛൻ ഇരുന്നുകൊണ്ട് മധ്യസ്ഥ നടത്തുകയാണ്. അതിന്റെ ആവശ്യമില്ല. കർത്താവ് യേശു ക്രിസ്തുവിനോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നവർക്ക് കഴിയും എന്നുള്ളതാണ്. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന് സംസാരിക്കുവാൻ നേരിട്ട് കഴിയും. അത് വിശ്വാസമില്ലാത്തവരാണ് ഈ അച്ഛന്മാരുടെ അടുക്കലൊക്കെ പോയി കുമ്പസാരിക്കുന്നത്. അല്ലെ? അപ്പം എനിക്ക് നേരിട്ട് കർത്താവിനോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കുമ്പസാര പീഠമോ കുമ്പസാര ചെയറോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ ഒരു ആവശ്യം നിങ്ങൾക്കില്ല. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവനോട് സംസാരിക്കാം. അവനോട് നേരിട്ട് സംസാരിക്കും. കാരണം പത്രോസ് നേരിട്ട് കർത്താവിനോട് സംസാരിച്ചു. അതുപോലെ നിങ്ങൾക്കും സംസാരിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അവിടെ കാണിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലെ? യേശുവനോട് എന്റെ ആടുകളെ മേയ്ക്കുക. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തൊക്കെ നടന്നു. വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു കാര്യം പത്രോസിനോട് പറയുകയാണ്. അല്ലേ? അപ്പൊ 3 പ്രാവശ്യം പറയുക. അപ്പൊ 3 പ്രാവശ്യം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം കർത്താവ് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ച ശേഷം 3-ാമത്തെ പ്രാവശ്യം അവൻ തകർന്നു പോയി. കാരണം തന്റെ തെറ്റുകൾ നാഥൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഇനി മർദ്ദിച്ചു പോകുമോ? നീ എന്നെയും വിട്ടേച്ചു പോകുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇനിയില്ല, ഇനി കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ സകലവും നീ അറിയുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി, ഞാൻ എല്ലാം ചെയ്തു തീർക്കുമെന്നുള്ള അവന്റെ 3-ാമത്തെ പ്രഖ്യാപനം. അല്ലേ? കാരണം അവനിലൂടെ അല്ലാതെ രക്ഷയില്ല, വേറെ ഒരുത്തന്റെ രക്ഷയില്ല എന്ന് പത്രോസ് മനസ്സിലാക്കുന്നു. സകലവും നീ അറിയുന്നു, കാരണം നീ ദൈവമാണ്, സകലവും നീ അറിയുന്നു. ആ ദൈവത്തിലൂടെ മാത്രമേ എല്ലാം സാധ്യമാകുകയുള്ളൂ എന്ന് അവൻ വിശ്വസിക്കുന്നു. കാരണം ദൈവമായതുകൊണ്ടാണ് സകലവും അറിയുന്നു എന്ന് പറയുന്നത്. സകലവും അറിയുന്നവൻ ആരാണ്? ദൈവമാണ്. മനുഷ്യന് സകലവും അറിയാൻ കഴിയുമോ? ഇല്ല. അവൻ വെറും ഒരു ഗുരുവായിരുന്നെങ്കിൽ, യേശുക്രിസ്തു വെറും ഒരു ഗുരുവായിരുന്നെങ്കിൽ സകലവും അറിയുവാനുള്ള ജ്ഞാനം അവനില്ല. ഇവിടെ എത്രയോ ഗുരുക്കന്മാരുണ്ട്, അല്ലെ? ഇവിടെ എത്രയോ ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരായിരുന്നുവെങ്കിൽ, ഗുരുക്കന്മാർക്ക് എല്ലാം അറിയാമായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനേമായിരുന്നില്ല. പക്ഷേ പത്രോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് നീ സകലവും അറിയുന്നു, കാരണം നീ ദൈവമാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് പത്രോസ് പറയുന്നതിന്റെ പൊരുൾ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവം നിയമിച്ചാക്കിയ നാളും നാഴികയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കണക്കുകൂട്ടി ശ്രമിക്കുന്നതിനേക്കാൾ ഏറെ പ്രധാനമായ ഒരു കാര്യമാണ്. അല്ലേ? പ്രവൃത്തികൾ 1:7 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:7 വായിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ അവരോട് പിതാവേ തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചുള്ള കാലങ്ങളെ സമയങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോ ദൈവത്വത്തിലായിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൽ നിന്നല്ല പറയുന്നു, മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ടാണ്. പിതാവ് എന്ന് പറയുമ്പോൾ അവന്റെ ദൈവത്വത്തെ കാണിക്കുകയാണ്. ആ ദൈവത്വത്തിൽ നിന്ന് പറഞ്ഞാൽ മാത്രമേ അവന്റെ കാലവും നാഴികയും അവന് പറയാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനായി നിന്നുകൊണ്ട് അവന് പറയാൻ കഴിയുകയില്ല. പക്ഷെ അവൻ സകലവും അറിയുന്നവനാണ് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു, അല്ലെ? 3 പ്രാവശ്യം സ്നേഹിക്കുന്നുണ്ടോ? അല്ലെ? ആ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവന് വേണ്ടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, അല്ലെ? നമ്മൾ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പീഡകളേറ്റ് മരിക്കുകയാണ്.
തല തിരിച്ച് തല കീഴായി നിർത്തി ക്രൂശിക്കുകയായിരുന്നു എന്നാണ് പത്രോസിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് പത്രോസിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അന്ന് താൻ തള്ളി പറഞ്ഞില്ല. തന്നെ കൊല്ലുവാൻ പിടിക്കുമ്പോൾ താൻ എന്ത് ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ സ്വീകരിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്തു? താൻ മരണത്തെ ഏറ്റുവാങ്ങി. അന്ന് താൻ ഏറ്റുവാങ്ങിയില്ല. അന്ന് കർത്താവായ യേശു ക്രിസ്തുവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എങ്കിലും അന്ന് തനിക്ക് ഭയമായിരുന്നു, തനിക്ക് ഉറപ്പില്ലായിരുന്നു. സകലവും അറിയുന്ന ദൈവമാണ് താൻ തള്ളിപ്പറഞ്ഞു എന്നുള്ള ബോധം തനിക്ക് അന്ന് ഉണ്ടായി. അന്നുണ്ടായത് കൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 വിളിച്ചു പറഞ്ഞു, രക്ഷപ്പെടുവാൻ, അല്ലേ, ഏത് നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. 2, ഒരുത്തനും രക്ഷയില്ല എന്ന് 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്ന് പത്രോസ് വിളിച്ചതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? പത്രോസിന് ദൈവവിളി ഉണ്ടായി എന്നുള്ളതാണ്, അല്ലേ? അതിനു മുമ്പ് വെളി ഉണ്ടായിട്ടില്ല. 3 പ്രാവശ്യം തള്ളി പറയുമ്പോൾ താൻ എന്ത് ചെയ്യുന്നു? സകലവും അറിയുന്ന ദൈവത്തെ താൻ കണ്ടിട്ടില്ല. കാരണം താൻ ഒരു മനുഷ്യനായി, ഒരു ഗുരുവായി മാത്രമേ കാണുന്നുള്ളൂ. ഇന്ന് ഈ ലോകം കാണുന്ന പോലെ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അത്ര മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തള്ളിപ്പറയുമ്പോൾ പത്രോസ് മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷേ താൻ ഉയർത്തെഴുന്നേറ്റ് തന്റെ മുമ്പിൽ വന്നു, അണിപ്പഴുതുള്ള കൈകളുമായി തന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, അല്ലെ, ആണികൾ കൊണ്ട് മുറിഞ്ഞ കൈകളും തുളഞ്ഞ ശരീരവുമായി തന്റെ മുമ്പിൽ ഉയർത്തപ്പെട്ടവനായി വന്ന് നിന്നപ്പോൾ തനിക്ക് മനസ്സിലായി ഇവൻ സകലവും അറിയുന്ന ദൈവമാണ് എന്നുള്ള കാര്യം. അപ്പൊ സകലവും അറിയുന്ന ദൈവത്തിന് മുമ്പിൽ താൻ എന്ത് ചെയ്തില്ല? പിന്നീട് പുറകോട്ട് പോയിട്ടല്ല. ആ പത്രോസിനെ പോലെ മുന്നോട്ട് പോകുവാൻ, ആ ദൈവത്തെ മാത്രം നോക്കി മുന്നോട്ട് പോകുവാൻ എല്ലാ ദൈവജനങ്ങൾക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ആമേൻ.